നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് 3 പഞ്ചാബി യുവാക്കളെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയി. ഉടൻ തന്നെ വീട്ടുകാർ ഇന്ത്യ സർക്കാരുമായി ബന്ധപ്പെടുകയും ഇന്ത്യ ഗവൺമെൻറ് ഇറാൻ എംബസിയെ വിവരമറിയിക്കുകയും ഇറാനിലെ ഇന്ത്യൻ എംബസി ഇടപെട്ട് അവിടുത്തെ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും സഹായത്തോടെ ഈ 3 യുവാക്കളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ 3 യുവാക്കൾ അനധികൃത റിക്രൂട്ടിംഗ് ഏജൻസി വഴി, ട്രാവൽ ഏജൻസി വഴി ഓസ്ട്രേലിയയിലേക്ക് കടക്കാൻ ടെഹ്റാനിൽ എത്തിയവരായിരുന്നു. എന്നാൽ ഇവർ ഇറാനിൽ എത്തിയ ഉടനെ തന്നെ അവരെ അവിടെയുള്ള ചില സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോവുകയും അവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് വൻ തുക കൈമാറിയാൽ മാത്രമേ ഇവരെ ജീവനോടെ തിരികെ ലഭിക്കുകയുള്ളൂ എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ സംഭവം മറ്റൊന്നാണ്. ഇന്ത്യയിൽ 4000-ഓളം അനധികൃത ട്രാവൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നുവെന്നും അവർ നിരവധി പേരെ വിദേശത്തേക്ക് പല ഘട്ടങ്ങളിലായി കടത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അറിയിച്ചിരുന്നു. എന്നാൽ ഈ 4000-ഓളം അനധികൃത ട്രാവൽ റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെയാണ് അനധികൃതമായി വിദേശ രാജ്യങ്ങളിലേക്ക് കടത്താനായി ഇവർ കോടിക്കണക്കിന് രൂപ സംഭരിച്ചിട്ടുള്ളത്. ധാരാളം ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരെ വിവിധ ജോലി വാഗ്ദാനങ്ങൾ നൽകി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ റിക്രൂട്ടിംഗ് ഏജൻസികൾ അല്ലെങ്കിൽ അനധികൃത ട്രാവൽ ഏജൻസികൾ ചെയ്യുന്നത്. അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും യൂറോപ്യൻ നാടുകളിലേക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി പേരെ ഇവർ അങ്ങനെ വൻ തുക വാങ്ങി, കോടികൾ വാങ്ങി, ലക്ഷങ്ങൾ വാങ്ങി എത്തിക്കുന്നുണ്ട്. ഈ എത്തിക്കുന്നതും അനധികൃതമായിട്ടാണ്. ആ രാജ്യത്തെത്തുന്ന ഇന്ത്യക്കാരിൽ പലരും ജയിലിൽ പോവുകയാണ് പതിവ്. എന്തിന്? റഷ്യൻ പട്ടാളത്തിന് വേണ്ടി ഉക്രൈനിൽ യുദ്ധം ചെയ്യാൻ പോലും മലയാളികളടക്കമുള്ള ആളുകളെ ഈ ട്രാവൽ ഏജൻസികൾ എന്ന് വെച്ചാൽ അനധികൃത ട്രാവൽ ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്നു. അങ്ങനെ പോയ മലയാളികളിൽ ചിലർ കൊല്ലപ്പെട്ടുവെന്നും ചിലർ തിരിച്ചു വരികയും ഉണ്ടായി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും റഷ്യയിലേക്ക് ഇങ്ങനെ കടത്തപ്പെട്ട ചെറുപ്പക്കാർ ഉക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഇതേ തുടർന്നാണ് ഇന്ത്യ സർക്കാർ ഇടപെട്ട് റഷ്യൻ ഗവൺമെൻറ്റുമായി സംസാരിച്ച് അവരിൽ പലരെയും നാട്ടിലേക്ക് തിരിച്ചെത്തിച്ചത്. ഒരാളിൽ നിന്ന് 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വാങ്ങിയാണ് ഇവരെ റഷ്യയിലെത്തിച്ചത്. അതേപോലെ തന്നെ ഓസ്ട്രേലിയ, അമേരിക്ക, ലാറ്റിൻ അമേരിക്ക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടേക്കായി കുടിയേറാൻ വേണ്ടി അനധികൃതമായി കടത്തുന്ന ഇത്തരം ട്രാവൽ ഏജൻസികൾ വലിയ തുകയാണ് ഇവരിൽ നിന്നും ഈടാക്കുന്നത്. വിദേശമോഹവുമായി എങ്ങനെയെങ്കിലും കരപറ്റാൻ വേണ്ടി പാടുപെട്ട് നടക്കുന്ന യുവാക്കളാണ് ഇത്തരം ട്രാവൽ ഏജൻസികളുടെ വലയിൽ വീഴുന്നത്. 4000-ഓളം അനധികൃത ട്രാവൽ ഏജന്റുമാരും ഏജൻസികളും ഉണ്ടെന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ പറഞ്ഞിട്ടും അവരിൽ കാര്യമായ ഒരു നടപടിയും അവർക്കെതിരെ എടുക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഇന്ത്യക്കാരെ ഇത്തരത്തിൽ കടത്തിയെന്നാണ് ഏകദേശ കണക്ക്. സർക്കാർ ഇത്തരം കണക്ക് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വിവിധ ഏജൻസികളും മാധ്യമങ്ങളും പുറത്തുവിടുന്ന കണക്ക് ഈ ട്രാവൽ ഏജൻസികളിലൂടെ ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഇന്ത്യക്കാർ വിവിധ രാജ്യങ്ങളിൽ ചെന്നു പറ്റിയെന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അവരിൽ എത്ര പേർ അവിടെ ജീവിക്കുന്നുണ്ട്, എത്ര പേർ അവിടെ താമസിക്കുന്നുണ്ട്, അവർക്ക് പാസ്പോർട്ടുണ്ടോ, അവർ ജയിലിലാണോ എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവും കുടുംബാംഗങ്ങൾക്ക് പോലുമില്ല. ഇത്തരത്തിലൊരു അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഈ അനധികൃത ട്രാവൽ ഏജൻസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാരിൻ്റെ കണക്കാണ് 4000 എന്നത്. 4000-ത്തിലധികം, 4000-ത്തിനും ഇരട്ടി അനധികൃത ട്രാവൽ ഏജൻസികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് മറ്റ് ഏജൻസികളുടെ അന്വേഷണ വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ഇന്ത്യക്ക് പുറത്തേക്ക് നിരവധി പേരെ, കുടുംബങ്ങളെ മൊത്തത്തോളം, കാരണം വെച്ചാൽ അച്ഛനെയും അമ്മയെയും ചെറിയ കുട്ടികളെയും അടക്കം പല രാജ്യങ്ങളിലേക്കും ഇത്തരത്തിൽ കടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ കടത്തുന്നുണ്ട്. ഇവരിൽ പലരും മരിക്കാറുണ്ട്, പലർ കൊല്ലപ്പെടാറുണ്ട്, ചിലരൊക്കെ ജയിലിൽ പോകാറുണ്ട്. വളരെ 10% താഴെ ആളുകൾ മാത്രമേ ആ രാജ്യങ്ങളിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ എത്തിച്ചേരാറുള്ളൂ. ഏതായാലും സർക്കാർ ഈ 4000-ഓളം അനധികൃത ട്രാവൽ ഏജൻസികളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ അവർക്കെതിരെ നടപടിയെടുക്കാനോ ജനങ്ങളുടെ മധ്യത്തിൽ ഇത്തരം വിവരങ്ങൾ നൽകാനോ തയ്യാറായിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ ആരോപണം. ഏതായാലും ഇപ്പോൾ ഈ 3 ചെറുപ്പക്കാരെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് പഞ്ചാബിൽ നിന്ന് കടത്തിയത്. തികച്ചും അനധികൃതമായ രീതിയിലാണ് അവർ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ എത്തിച്ചേർന്നതും അവിടെ വെച്ച് അവർ തട്ടിക്കൊണ്ടുപോകപ്പെടുകയും ചെയ്തു. വീട്ടുകാർ ഇടപെട്ട് നേരത്തെ തന്നെ
ഉടൻ തന്നെ ഇന്ത്യ ഗവൺമെൻറ് അറിയിക്കുകയും ഇന്ത്യ ഗവൺമെൻറ് ഇറാൻ എംബസിയുമായി ബന്ധപ്പെടുകയും അങ്ങനെയാണ് ഇവരെ മോചിപ്പിക്കാൻ കഴിഞ്ഞത്. അത് ഇറാനിലെ ഭരണകൂടത്തിൻ്റെ ഒരു ഇടപെടലും ഇവരെ മോചിപ്പിക്കാനുണ്ട്. എന്നാൽ ചില രാജ്യങ്ങളിൽ ചെന്ന് പെട്ടുപോയാൽ അത് എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റുന്ന അവസ്ഥയല്ല. അതുകൊണ്ട് നിരവധി ഇന്ത്യക്കാർ, ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഇവരുടെയൊക്കെ ഈ വാക്കുകളിൽ കുടുങ്ങി ഈ കെണികളിൽ വീണു പോകുന്നുണ്ടെന്നതാണ് വാസ്തവം. ഏതായാലും 4000-ലധികം വരുന്ന ഈ അനധികൃത ട്രാവൽ ഏജന്റുമാരെയും ഏജൻസികളെയും നിയന്ത്രിക്കാനുള്ള നീക്കം അടിയന്തരമായി സർക്കാർ എടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇവരുടെ കെണികളിൽ ചെന്ന് ചാടുകയും മറ്റ് രാജ്യങ്ങളിൽ ജയിലിലടക്കപ്പെടുകയും ഇല്ലാതാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല.